നമസ്കാരം മച്ചാന്മാരെ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എറണാകുളത്തുള്ള കുറച്ച് കടകൾ പരിചയപ്പെടാൻ പോവുക. ഇതാണ് റോണി ഇലക്ട്രോണിക്സ്. എറണാകുളത്ത് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയാണ്, പ്രധാനപ്പെട്ടൊരു കടയാണ് റോണി ഇലക്ട്രോണിക്സ്. നമ്മുടെ ജോയിലക്കേഴ്സിൻ്റെ തൊട്ട് പറ്റലായിട്ടാണ് ഈ കട. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെട്രോ പില്ലർ നമ്പർ 663 663 ഈ കട. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം. ആ ഉള്ളിലേക്കുള്ള വഴിയിൽ പോയാൽ ഇതേപോലെ ഒരു സ്റ്റെയർ ഇവിടെയുണ്ട്, റോണി ഇലക്ട്രോണിക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാം. ഞാൻ അവിടുത്തെ കുറച്ച് പ്രോഡക്റ്റുകൾ നിങ്ങളെ കാണിച്ചു തരാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള ലെഗുകൾ കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ സെക്ഷനിലുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ, അപ്പോൾ അത് കുറേശ്ശെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഡിഫറെൻറ്റ് തരത്തിലുള്ള ലെഗുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ റിലേകൾ, ബക്ക് കൺവെർട്ടറുകൾ, അതൊക്കെ ആണ് ഈ സെക്ഷനിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാത്ത പല സാധനങ്ങളും ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ ഷോ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ഞാൻ എടുത്ത് ഓരോ കാര്യങ്ങളും, ഓരോ ക്ലിപ്പുകളും, ഓരോ ഷെൽഫിൽ നിന്ന് ഓരോ ക്ലിപ്പുകൾ എടുത്താണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ അഡ്രിനോ ബേസിനും അതേപോലെ തന്നെ അൾട്രാസോണിക് സെൻസറും ഒക്കെ വെച്ചിട്ട് പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ്. കുട്ടികൾക്കൊക്കെ ചെയ്യുന്ന പ്രോജക്റ്റാണ്, ഇലക്ട്രോണിക്സ് പ്രോജക്റ്റൊക്കെ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ റിലേകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ വരുന്നത്. റിബൺ വയേഴ്സ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ചോക്കുകൾ നിർമ്മിക്കാനുള്ള ബോക്സുകൾ കാര്യങ്ങൾ ഒക്കെയാണ് ഈ ഒരു സെക്ഷൻ്റെ അകത്തുള്ളത്. നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളൊക്കെ ചെയ്യാനായിട്ട് എടുക്കുന്ന ബോക്സുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് നമുക്ക് SMBS അതേപോലെ ട്രാൻസ്ഫോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബോക്സുകളൊക്കെയാണ് ഈ വരുന്നത്. അതേപോലെ തന്നെ ഫെറൂൾസ്, ഡിഫറെൻറ്റ് ടൈപ്പ് കണക്റ്റേഴ്സ് കാര്യങ്ങൾ, പിന്നെ കേബിൾ ടേ ഒക്കെ എല്ലായിടത്തും സ്വാഭാവികമായിട്ടും കിട്ടും. പിന്നെ ഇത് തെർമോസ്റ്റാറ്റ് സെൻസറുകളൊക്കെയാണ് ഇതിൻ്റെ അത് കൂടുതൽ വന്നിട്ടുള്ളത്. ഈ കാണുന്നതിൽ തെർമോസ്റ്റാറ്റുകളാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് തെർമോസ്റ്റാറ്റുകളാണ്. ഹീറ്റ് സിങ്കുകളുണ്ട്, ഫ്ലോട്ട് സ്വിച്ചുകൾ, അതേപോലെ പല കാര്യങ്ങളുണ്ട്. എനിക്കറിയാൻ പാടില്ലാത്തതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ലൈറ്റുകളുടെ, നമ്മുടെ LED ലൈറ്റ്സിൻ്റെ പോയിൻറ്റ്സാണ് ആ കാണുന്നത്. LED ലൈറ്റ്സിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ പലതരത്തിലുള്ള മറ്റ് കണക്ടറുകളാണ്. ഇവിടെയൊക്കെ പേരുകൾ നിങ്ങളൊന്ന് നോക്കി വെച്ചോട്ടെ. ഇതൊക്കെ കിട്ടാൻ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരുക, ഇവിടെ വന്നാൽ കൃത്യമായിട്ട് മേടിക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ പല സ്ഥലത്തും ചിലപ്പോൾ തിരക്കിയിട്ട് കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിടുന്നത്. ഇതൊക്കെ സെലക്കിൻ്റെ മീറ്ററുകളാണ് കേട്ടോ, സെലക്കിൻ്റെ മീറ്ററുകളാണ്. രണ്ടെണ്ണം എടുത്തു. ബില്ല് പൂർവ്വ ഓഷൻ കേട്ടോ. ഇതിന്റെ പൈസ അത് സേവ് ആയി ഞാൻ അടിക്കും. സേവ് ആയാലും വില ഏകദേശം പറഞ്ഞുതരാം. അത് ജലയിട്ട് തന്നെ അടിച്ചിരിക്കാം. റൂമീറ്റ് 190 റൂമീറ്റ് ഉണ്ടോ? വാട്ടർ
ഇനി നമ്മുടെ ക്ലാം മീറ്ററുകൾ അതേപോലെ കോൺടാക്ടറുകളൊക്കെ മേടിക്കുന്ന ജോസ് ഇലക്ട്രിക്സ് എവിടെയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇറങ്ങിയ കടയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ജോസ് ഇലക്ട്രിക്സ് കാണാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് മെക്കോജീൻ്റെ ക്ലാം മീറ്ററും കാര്യങ്ങളും അതേപോലെ കോൺടാക്റ്റേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നത് ജോസ് ഇലക്ട്രിക്സിൽ നിന്നാണ്. അപ്പോൾ ഇതവിടെ ജയലക്ഷ്മിയുടെ തൊട്ടപ്പുറത്തായിട്ടാണ്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. എന്തായാലും കാര്യങ്ങളൊന്നും നടന്നില്ല, ഇന്ന് കട അവധിയാണ്. എന്നാലും കൃത്യമായിട്ട് എവിടെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ മെട്രോ പില്ലർ നമ്പർ നോക്കിയാൽ മതി, 661. കൊച്ചിയിൽ മെട്രോ ഉള്ള സ്ഥലത്തെല്ലാം നമുക്ക് മെട്രോ പില്ലർ നമ്പർ വെച്ച് കട പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. 661 കേട്ടോ, ജോസ് ഇലക്ട്രിക്. ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് കേബിൾ സെൻറ്റർ എന്ന് പറയുന്ന കടയാണ്. ആ റെഡ് ബോർഡ് കാണുന്നത് അത് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കട. ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള എല്ലാ കേബിളുകളും അതേപോലെ തന്നെ ഹീറ്റ് സ്ലീവുകൾ ഒക്കെ കിട്ടുന്നൊരു കടയാണ്. ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള എല്ലാ കേബിളും കിട്ടുന്ന കടയാണ്. അതേപോലെ തന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ റോഡിലേക്ക് കയറുമ്പോഴാണ് ഇലക്ട്രോണിക് സ്ട്രീറ്റ്. എറണാകുളത്തെ ഇലക്ട്രോണിക് സ്ട്രീറ്റ് ഇതാണ്. ഈ പെർഫെക്റ്റ് ഇലക്ട്രോണിക് എന്ന് പറയുന്ന ഈ കടയുണ്ടല്ലോ, ഇവിടെ നമുക്ക് LCD TVകൾ LED TVകളിലേക്ക് ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ അഴിക്കാതെ ഇവരുടെ കൈ കൊണ്ടുവന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കംപ്ലൈൻ്റ് ആണെങ്കിലും അവർ നന്നാക്കി തരും. അത് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളൊരു കടയാണ് കേട്ടോ, പരിചയമുള്ളതാണ്. അത് കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഇലക്ട്രോണിക് സ്ട്രീറ്റ്. ഇന്ന് കടകളെല്ലാം അവധിയാണ്. അപ്പോൾ മറ്റൊരു ദിവസം തീർച്ചയായിട്ടും ഞാൻ എല്ലാ കടകളിലെയും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരാം. ഇന്ന് കൃത്യമായിട്ട് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ആവശ്യമുണ്ട് ഇവിടെ വരേണ്ടത്. ഇവിടെ വന്നിട്ടൊരു ബോർഡ് മേടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ്, ഇഷ്ടംപോലെ കടകളുണ്ട്. പക്ഷേ ഇന്ന് കടകളൊക്കെ പൊതുവേ അവധിയാണ്. ഇന്നത്തെ ഡേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, റിപ്പബ്ലിക് ദിനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ സൺഡേയിൽ ആരും ഈ സ്ട്രീറ്റിലേക്ക് വരാൻ നിൽക്കേണ്ട. സൺഡേയിൽ ഇവർക്ക് മൊത്തത്തിൽ അവധിയാണ്. ഈ സ്ട്രീറ്റിൽ ഒരു കടകളും സൺഡേയിൽ തുറക്കുന്നതല്ല. അപ്പോൾ എന്തായാലും ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണിക്കാം. ഇന്നത്തേക്ക് വീഡിയോ ചുരുക്കുവാണ്. ഓക്കെ, ബൈ.